ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ഇന്നത്തെ ട്രേഡ് ചെയ്യാനുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്യലാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് മാറ്റി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഫ്രഷ് ആയിട്ട് വന്ന ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ലെവലാണ് നിഫ്റ്റിയുടെ ഇന്ന് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് നോക്കാം. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റീസ് നമുക്ക് മാറ്റിയിട്ട് ഇന്നത്തെ ലിക്വിഡിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് നമ്മുടെ താഴത്ത് ഉള്ള മുമ്പ് മാർക്ക് ചെയ്ത് വെച്ചാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് തന്നെ. ഒരു ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രം നമ്മൾ നേരെ ട്രേഡിൽ എൻ്റർ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു ഇൻട്രാഡേ റിവേഴ്സൽ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ടൈം 10:11 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു റിവേഴ്സൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ റിവേഴ്സൽ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ഒരു റിവേഴ്സൽ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫസ്റ്റ് ഓപ്പൺ ആയത്. അവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ലോ ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ നമ്മുടെ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ് നമ്മൾ കൺഫേം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡിൽ എൻ്റർ ചെയ്തത്. നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു റിവേഴ്സൽ എപ്പോഴാണ് ഒരു ബുള്ളിഷ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക, ആ ഹൈയുടെ എബവ് ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു റിവേഴ്സൽ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നിന്ന് എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്? ഒരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ബുള്ളിഷ് സൈഡ് എൻട്രി നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതുകൊണ്ട് തന്നെ ഡൗൺ ട്രെൻഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റി. അതിൻ്റെ ഒരു FEG ഏരിയയിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചത് സ്വിങ് ഹൈ എപ്പോഴാണ് ആ റിവേഴ്സൽ സംഭവിക്കേണ്ടത് ആ ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചേക്കുന്നത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് നേരെ ബുള്ളിഷ് സൈഡിലേക്ക് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മൂവ്മെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25% മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ബുള്ളിഷ് സൈഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. 1:3 ടാർഗറ്റാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:17 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 60% ടാർഗറ്റ് ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ റിവേഴ്സൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താഴത്തേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിൽ നമുക്കൊരു FEG ഒരു എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തത്. ഇപ്പോൾ നിഫ്റ്റി ആയാലും അടുത്തൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇവിടുന്ന് ഒരു റിവേഴ്സൽ സംഭവിക്കാം. അതല്ലെങ്കിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസുകളും കൂടുതലാണ്. ഇൻ കേസ് നിഫ്റ്റിയിലൊരു റിവേഴ്സൽ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ഇവിടെ നമുക്ക് ടാർഗറ്റ് കിട്ടാവുണ്ട് മേ ബി നമുക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് പോകാനുള്ള ചാൻസുകളും കൂടുതലാണ്. അപ്പോൾ എന്തായാലും 60% ഓൾറെഡി മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും 1:3 ടാർഗറ്റ് ഹിറ്റ് ആവില്ല എന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും പേടിക്കേണ്ട. രാവിലെ തന്നെ ഇപ്പോൾ 10:15 കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ബുള്ളിഷ് സൈഡിലേക്ക് ഒരു ട്രേഡ് നമുക്ക് 1:3 നമുക്ക് പ്ലാൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു ആ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. അതല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് എന്തെങ്കിലും ഡൗട്ട് ട്രെൻഡ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:31 ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 90% ഓഫ് ടാർഗറ്റ് നമ്മുടെ മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിവേഴ്സലിനുള്ളൊരു ചാൻസ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് ഓവറോൾ ഒന്ന് ഡൗൺ ട്രെൻഡ് തന്നെയായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും 10% കൂടിയും ടാർഗറ്റ് മൂവ് ചെയ്യാനുണ്ട്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു റിവേഴ്സലിനുള്ള ചാൻസ് ഇതുവരെ കാണാനില്ല. ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമുക്ക് റിവേഴ്സലിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബുള്ളിഷ് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും കറൻ്റ്ലി
നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഡൗൺ ട്രെൻഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ടാർഗറ്റ് അടിക്കുകയോ അതോ വീണ്ടും റിവേഴ്സ് സംഭവിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:41 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെ 1:3 ടാർഗറ്റ് ഹിറ്റായിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സും കൂടി അവസാനത്തെ ഒരു 10% മൂവ്മെൻറ്റിന് വേണ്ടി എടുത്തു. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ 1:3 ടാർഗറ്റ് ഹിറ്റായിരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് നിഫ്റ്റിയിൽ ഇപ്പോൾ സെൽഫ് സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തുവല്ലോ, അപ്പോൾ അവിടെ നിന്നൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ബുള്ളിഷ് സൈഡിലേക്ക് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു റിവേഴ്സൽ സെറ്റപ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു 1:3 ട്രേഡ് നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഫസ്റ്റ് ട്രേഡ് എന്തായാലും ടാർഗറ്റ് കിട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചാൻസ് കിട്ടുമില്ലെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടൈം 10:35 ആയിരിക്കുകയാണ്. നിഫ്റ്റിയിൽ നമുക്കൊരു ഇൻട്രാഡേ റിവേഴ്സൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 1 മണിക്കൂറും കൂടി നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഈ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു FEG വേണം, ഒരു ഓർഡർ ബ്ലോക്ക് വേണം. പിന്നെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതൊരു പ്രീമിയം സോണാണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സോണാണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് സോണിൽ ഉള്ള FEG എന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്. FEG എന്നോ ഓർഡർ ബ്ലോക്കിൽ നിന്നോ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ എന്തായാലും FEG നമുക്ക് മാർക്ക് ചെയ്യാം. ആ ക്യാൻഡിലിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് FEG നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഓർഡർ ബ്ലോക്ക് നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ വിക്ക് അല്ലെങ്കിൽ ആ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി, അതാണ് നമ്മുടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് സോണിൽ FEGയും ഓർഡർ ബ്ലോക്കും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ ലോൻ്റെ താഴെയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, പ്രൈസ് ആ ലെവലിൽ എത്തുമില്ലെന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11:44 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ FEGയിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു ബിഗ് ക്യാൻഡിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ലോ എന്ന് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം, അതിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ എന്തായാലും ഓർഡർ ബ്ലോക്ക് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ടാർഗറ്റ് എത്ര വെച്ച് കൊടുക്കണം? ടാർഗറ്റ് ഇപ്പോൾ നമുക്ക് ഇതിൽ ഒരു ബെയറിഷ് FEG നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഏരിയയിലൊരു ബെയറിഷ് FEG കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് 1:4 ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഒരു 1:4 ടാർഗറ്റും കൂടി നമുക്ക് കിട്ടില്ല എന്ന് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും റിവേഴ്സൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇൻ കേസ് ഫർദർ ഡൗൺ ആണെങ്കിൽ തന്നെ നമ്മുടെ FEG എടുത്തിട്ട് വേണം കൂടുതൽ ഫർദർ ഡൗണിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. മേ ബി ആ ഒരു FEG ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫർദർ അപ്സൈഡിലേക്ക് പോകാനും ചാൻസുകളുണ്ട്. എന്തായാലും നിഫ്റ്റിയിലുള്ള ഒരു ബുള്ളിഷ് റേറ്റ് കൂടി നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ നോക്കി നോക്കിയാൽ 1:4 ടാർഗറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. ആ സ്വീപ്പ് ചെയ്ത ആ ലോയുടെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസിലേക്ക് പോവോ അതോ ടാർഗറ്റിലേക്ക് പോവോ ഇല്ലയോ എന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ എന്തായാലും ഒരു പുൾ ബാക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടേണ്ടതാണ്. കാരണം മുകളിലൊരു ബെയറിഷ് FEG, നല്ലൊരു ബെയറിഷ് FEG ആ ഡിസ്പ്ലേസ് മൂവ്മെൻറ്റിൻ്റെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1:5 ഒക്കെ ഈസി ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റേണ്ടതാണ്. നമ്മളെന്തായാലും സേഫ് സൈഡിൽ നമുക്കൊരു 1:4 ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 12:53 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1 മണിക്കൂറിന് മേലെ നിഫ്റ്റി ആ ഒരു ഏരിയയിൽ, ആ സപ്പോർട്ട് ഏരിയയിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ തന്നെ ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസിലേക്കോ ടാർഗറ്റിലേക്ക് പോയിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഓവറോൾ എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തായാലും വെച്ചിട്ടുള്ളൂ.
ഒരു 1:4 ടാർഗറ്റാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം, ടാർഗറ്റിലേക്ക് പോവോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ ഇല്ലയോ എന്ന് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആ സൈഡ് വേസ് മൂവ്മെൻറ്റിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. സഡൻ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 90% ഓഫ് ടാർഗറ്റ് ഓൾറെഡി മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. അങ്ങനെ നിഫ്റ്റിയുടെ ടാർഗറ്റ് 1:4 ടാർഗറ്റും ഇവിടെ ഹിറ്റായിരിക്കുകയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 1:3 ടാർഗറ്റും നിഫ്റ്റിയിൽ 1:4 ടാർഗറ്റും ഹിറ്റായി. അപ്പോൾ 2 ട്രേഡും ഇന്നത്തെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല നല്ല പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ഫ്രീ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.